മണ്ഡലത്തിലെ 10 പേരുടെ ഒപ്പില്ല. PV അൻവറിന്റെ തൃണമൂൽ പത്രിക തള്ളി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവറിന് തിരിച്ചടി. തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ നൽകിയ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കാം. തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് പുറമെ സ്വതന്ത്രൻ എന്ന നിലയിലും 2 നാമനിർദ്ദേശ പത്രികകളാണ് PV അൻവർ സമർപ്പിച്ചിരുന്നത്. ഇതിൽ സ്വതന്ത്രനായി നൽകിയ പത്രിക സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ല എന്ന സാങ്കേതിക പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. മണ്ഡലത്തിലെ 10 പേരുടെ ഒപ്പ് നാമനിർദ്ദേശ പത്രികയിൽ വേണമെന്നാണ് ചട്ടം. എന്നാൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവറിന്റെ പത്രികയിൽ ഒരൊപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്നാണ് പത്രിക തള്ളിയതായി വരണാധികാരി അറിയിച്ചത്. എന്നാൽ വരണാധികാരിയുടെ തീരുമാനത്തെ അൻവറിന്റെ അനുകൂലികൾ എതിർത്തു. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം തൃണമൂൽ പത്രിക തള്ളിയതായി വ്യക്തമാക്കി. തൃണമൂൽ കോൺഗ്രസിന്റെ പേരിലും സ്വതന്ത്രനായും 2 സെറ്റ് പത്രികകളാണ് അൻവർ നൽകിയിരുന്നത്. പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിൽ പത്രികയിൽ സൂക്ഷ്മ പരിശോധന നടക്കുമ്പോൾ അൻവർ നേരിട്ടെത്തിയിരുന്നു. വിഷയത്തിൽ അഭിഭാഷകർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി അവസാനവട്ട ചർച്ചകൾ നടത്തുന്നുണ്ട്. അട്ടിമറി സാധ്യത തോന്നിയതുകൊണ്ടാണ് താൻ സബ് കളക്ടർ ഓഫീസിലെത്തിയെന്ന് അൻവർ പറഞ്ഞു. എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും താൻ മാത്രം ഒറ്റയ്ക്കാണെന്നും അൻവർ പറഞ്ഞു. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പുതിയ മുന്നണി രൂപവത്കരിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് PV അൻവർ പ്രസ്താവിച്ചിരുന്നു. അതേസമയം പിണറായി സത്തിനെതിരായാണ് പോരാട്ടം. തനിക്കൊപ്പം നിലമ്പൂറുകാർ എന്നും നിലനിൽക്കുമെന്നും ജനങ്ങൾക്കെല്ലാം അറിയാമെന്നും അൻവർ വ്യക്തമാക്കി. ജനങ്ങൾ കാത്തിരുന്നത് വോട്ട് ചെയ്യാനാണെന്നും അൻവർ ചൂണ്ടിക്കാണിച്ചു. അതിനാൽ PV അൻവർ ഏത് ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നതിൽ കാര്യമില്ല എന്നും അവർ വ്യക്തമാക്കി.